ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ പരാജയപ്പെട്ടാൽ ജനാധിപത്യവും സ്വതന്ത്രമായിട്ടുള്ള തിരഞ്ഞെടുപ്പും പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. നിങ്ങൾ അവിടെ പ്രവർത്തിക്കേണ്ടത് നിഷ്പക്ഷനായ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയല്ലേ? അത് സാധിക്കാതെ പോകുന്നു. അപ്പോൾ ഈ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ഞാൻ അറിയാതെ ഫോം 7 എൻ്റെ പേരിൽ ആരോ ഒരാൾ ഫില്ല് ചെയ്യുന്നു. എൻ്റെ നാട്ടിലുള്ള 10-14 വോട്ടർമാരെ ഞാൻ അറിയാതെ ഞാൻ നീക്കം ചെയ്തതായിട്ട് ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തുന്നു. എന്ത് വിചിത്രമായ കാര്യമാണിത്! ഇത് യഥാർത്ഥത്തിൽ ഒരു ഹൈഡ്രജൻ ബോംബാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നു. പക്ഷേ നോക്കൂ, സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സംവിധാനത്തെ ഏതൊക്കെ തരത്തിലാണ് അട്ടിമറിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്കിതിനകത്തൊരു അത്ഭുതവുമില്ല. ഈ രാജ്യത്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നൊരു കൊള്ള, ഒരു ഇലക്ടറൽ കൊള്ള കൊണ്ടുവന്നത് ഈ സർക്കാർ. ഈ രാജ്യത്താണ്, നമ്മുടെ നാട്ടിലാണ് ഡീമോണിറ്റൈസേഷൻ കൊണ്ടുവന്ന് ഈ നാട്ടിലൊരു വലിയ കൊള്ള നടത്തിയത്. ആ ഡീമോണിറ്റൈസേഷൻ്റെ ഫലമായി ആർക്ക് ലാഭം, ആർക്ക് നഷ്ടം, ആർക്ക് ജീവനാശം, ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഈ ഒരു വലിയ രീതിയിൽ ഈ സംവിധാനത്തേക്ക് അട്ടിമറിക്കാൻ ശേഷിയുള്ളൊരു സർക്കാർ ഇരിക്കുമ്പോൾ ഇതിനപ്പുറവും സംഭവിക്കുമെന്നുള്ളതാണ്. 9,000-ലധികം കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെ 9,887 കോടി രൂപ പിരിച്ചെടുത്തതിൽ 6,060 കോടി രൂപയും BJP കൊണ്ടുപോയ കഥയാണ് ഇലക്ട്രൽ ബോണ്ടിന് പറയാനുള്ളത്. അന്ന് ഈ ഇലക്ഷൻ കമ്മീഷൻ ആർക്കൊപ്പമായിരുന്നു? BJPക്കൊപ്പമായിരുന്നു. അന്ന് SBI ആർക്കൊപ്പമായിരുന്നു? BJPക്കൊപ്പമായിരുന്നു. അന്ന് സുപ്രീം കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ SBI ആ കണക്കുകൾ പറയുമായിരുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ ഈ പേരുകൾ പ്രസിദ്ധീകരിക്കുമായിരുന്നില്ല. പേരുകൾ പുറത്തു വന്നപ്പോഴോ ED റെയ്ഡ് ചെയ്ത് 7 ദിവസത്തിന് ശേഷം 100 കോടിയിലധികം രൂപ നിക്ഷേപിച്ചു എന്ന വിചിത്രമായ കണ്ടെത്തലാണ് വരുന്നത്. നമ്മളതിനെ വിളിക്കുന്ന പേര് പൊളിറ്റിക്കൽ ഹഫ്ത എന്നാണ്.